ഹായ്, ഇന്ന് 2026 ആഗസ്റ്റ് 1. കേരളത്തിലെ 9 ജില്ലകൾക്ക് ഇന്ന് സ്കൂൾ അവധി പ്രഖ്യാപിച്ചിരിക്കുക കേട്ടോ സർക്കാർ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല മഴയാണ് കേരളത്തിൽ. ഇന്നലെ രാത്രി പെയ്യാൻ തുടങ്ങിയതാണ്. നമ്മളൊന്നും പല ജില്ലകളിലെയും സൈറ്റ് ഇന്ന് വർക്ക് ചെയ്യണില്ല. കാരണം നല്ല മഴയാണ്. വയനാട് പ്രൊജക്റ്റൊക്കെ ഇന്നലെ ലീവാണ്, അതേപോലെ തന്നെ ഇന്നും ലീവാണ്. കാരണം നല്ല മഴയാണ് വയനാടൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം നമ്മൾ ന്യൂസ് തുറന്നാൽ കാണുന്നത് വെള്ളം കയറിയ ടൗണുകളും അതുപോലെ തന്നെ വെള്ളം കയറിയ വീടുകളും മണ്ണിടിച്ചിലുണ്ടായിട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയ ആൾക്കാരുടെയൊക്കെ ന്യൂസാണ് ഇന്ന് മീഡിയകളിൽ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതുതായി വീട് പണിയാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിലുണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും അതുപോലെ തന്നെ ഒരുപാട് കടങ്ങളും മേടിച്ചിട്ടാണ് പുതിയ വീടുകൾ നിങ്ങൾ നിർമ്മിക്കുന്നത്. അധികം ആൾക്കാരും ലോൺ എടുത്തിട്ടാണ് വീട് വെക്കുന്നത്. ഈ വീട് പണി കഴിഞ്ഞ് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം നിങ്ങൾ ജോലി ചെയ്യണത് ഈ ഒരു വീടിൻ്റെ അടവിന് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പുതിയ വീട് പണിയാൻ പോകുന്ന ഒരാൾ കുറച്ച് ദിവസങ്ങളേലും ഒരു വീടിനെ കുറിച്ചിട്ട്, പണിയാൻ പോകുന്ന വീടിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഏത് രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഞാൻ പറയുന്നത് ഞങ്ങളുടെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ കല്ലിൽ ചെയ്യുകയാണെങ്കിലും ബ്രിക്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്റ്റഡി, അതുപോലെ തന്നെ ആ പ്രാദേശിക സ്ഥലത്തുണ്ടാവുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു സ്ഥലം മേടിക്കാനും അതുപോലെ തന്നെ ഒരു പുതിയ വീട് നിർമ്മിക്കാനും. ഇത് പറയാൻ എന്താ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മഴ വരുന്ന സമയത്ത് വീട് ഭിത്തി ഇടിഞ്ഞു പോയിട്ട് മെയിൻ സ്ലാബ് നമ്മളെ വീടിൻ്റെ മുകളിൽ വീണിട്ടാണ് അധിക അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പില്ലറിൽ ചെയ്യേണ്ട വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പില്ലർ ഇട്ടിട്ട് തന്നെ ചെയ്യുക. അതിൻ്റെ ബിറ്റ്വീൻ മാത്രം നിങ്ങൾ ബ്രിക്സ് വെച്ചിട്ട് കവർ ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഒരു സ്ട്രക്ചറിന് തന്നെ പല ആൾക്കാരും പല അഭിപ്രായം പറയും. എൻ്റെ ഈ സ്ട്രക്ചർ ചെയ്യണമെന്ന് ഞാൻ ഒരാളെയും നിർബന്ധിക്കില്ല. പക്ഷേ നിങ്ങൾ ആയുസ്സിലുണ്ടാക്കുന്ന ഒരു സമ്പാദ്യം നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയുന്ന വീടിനും അതിനുള്ള സ്ട്രെങ്ത്ത് വേണം. വീടിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാത് ലാൻഡിൻ്റെ ഘടന അനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലഡ് വരുന്ന സമയത്ത് ഒരു വെള്ളം സ്റ്റോറേജായി കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പില്ലർ ഉപയോഗിച്ചിട്ട് തന്നെ ആ വീടുകൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. ഞാനിത് ഇത്രയും പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 2018 മുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ മഴക്കാലത്തുള്ള അപകടം കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരിക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ സ്വപ്നങ്ങൾ തകർന്നിട്ടാണല്ലോ അവർ മരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴൊരു സങ്കടം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയണത്. പല ആൾക്കാരുടെ അഭിപ്രായം കേട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്താണ്ട് നിങ്ങൾ തന്നെ സ്വന്തമായി ഇരുന്ന് കുറച്ച് സ്റ്റഡി ചെയ്ത് അതിന് ശേഷം മാത്രം വീട് പണിയും അതുപോലെ തന്നെ ലാൻഡ് പർച്ചേസിങ്ങും നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റഡി ചെയ്തതിന് മാത്രം ചെയ്യുക. ഏതോ ഒരു സ്ഥലത്തിരുന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന പോലെ തന്നെ ഏതോ ഒരു നാട്ടിലിരുന്ന് ആരെങ്കിലും അഭിപ്രായം പറയണ പോലെയല്ല നിങ്ങളുടെ ലാൻഡിൻ്റെ ഒരു ഘടന ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ എല്ലാ വീട് നിർമ്മാണവും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം നോക്കിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതാത് സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെ ക്വാളിറ്റി എന്താണോ ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് മാത്രം വീട് നിർമ്മിച്ചാൽ വലിയ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും.